അപ്പോൾ ഫസ്റ്റ് നമുക്ക് സോഴ്സ് ട്രാൻസ്ഫോർമേഷനിലോട്ട് പോകാം. ഇനി നമ്മൾ ഏതൊരു സർക്യൂട്ട് എടുത്താലും അത് സംടൈംസ് ഇറ്റ് ബിക്കംസ് കോംപ്ലിക്കേറ്റഡ് അല്ലേ. സർക്യൂട്ട് കുറേ നോഡ്സ് കുറേ ബ്രാഞ്ചസ് ഒക്കെ വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ലോഡിൽ വരുന്ന കറണ്ട് ആൻഡ് വോൾട്ടേജ് ഷുഡ് റിമെയിൻ ദ സെയിം. കാരണം അവിടുത്തെ വാല്യൂ ആണ് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദി എക്സാമിനർ. അപ്പോൾ അവിടുത്തെ കറണ്ടും വോൾട്ടേജും ഡിസ്റ്റർബ് ആവാതെ തന്നെ യു ഷുഡ് ഡു സം ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, പിന്നെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഓൺലി ബി അപ്ലൈഡ് ഫോർ പ്രാക്ടിക്കൽ സോഴ്സസ്. പ്രാക്ടിക്കൽ സോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്താൽ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സസ് ഓർ വോൾട്ടേജ് സോഴ്സ് വിത്ത് ഇൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അതേപോലെ കറണ്ട് സോഴ്സ് എടുത്താൽ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ ജസ്റ്റ് ദി ഐഡിയൽ സോഴ്സസ് മാത്രം എടുക്കുകയാണെങ്കിൽ യു കനോട്ട് അപ്ലൈ ഈ ഒരു സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. കാരണം അങ്ങനെ നമ്മൾ ഇപ്പം ഐഡിയൽ ആയിട്ടുള്ളൊരു വോൾട്ടേജ് സോഴ്സിനെ യു ആർ റീപ്ലേസിങ് വിത്ത് ഒരു കറണ്ട് സോഴ്സ് എങ്കിൽ ആ സർക്യൂട്ടിലെ KVL KCL ഒക്കെ വയലേറ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ യു കനോട്ട് ഇക്വേറ്റ് ദം. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ പ്രാക്ടിക്കൽ സോഴ്സസ്. അപ്പോൾ വാട്ട് ഈസ് ദ തിയറം സേ, അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് which is in series with a resistance can be replaced by ഒരു current source which is in parallel with the same resistance. And ഈ current sourceൻ്റെ current value എന്ന് വെച്ചാൽ is equal to ഈ VS voltage divided by the resistance RS. And the direction will be same direction, അതായത് പ്ലസ് മൈനസ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ അതേ ഡയറക്ഷനിലായിരിക്കും കറണ്ട് സോഴ്സ്. ഓക്കെ, നൗ വിൽ അനലൈസ്, അതായത് ഔട്ട്പുട്ടിൽ വരുന്ന കറണ്ടും വോൾട്ടേജസും സെയിം ആണോ എന്ന്. അപ്പം ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇറ്റ്സ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇങ്ങോട്ട് വരുന്ന കറണ്ട് I ഈസ് ഗോയിങ് ടു ബി 0. സിൻസ് I ഈസ് 0 യു ക്യാൻ സേ ഇവിടുത്തെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നുമില്ല. I ഇൻറ്റു RS ദറ്റ് ഇസ് 0 ഇൻറ്റു RS. അപ്പോൾ ഇവിടെ ഒന്നും ഡ്രോപ്പ് ആവത്തില്ല. സോ ദി എൻറ്റയർ VS വോൾട്ടേജ് ഈ ഒരു പോയിന്റിലോട്ട് എത്തും. അപ്പോൾ VS ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്യുകയാണെങ്കിലോ, ഇപ്പം ദർ ഇസ് എ കറണ്ട്. ഈ ഒരു കറണ്ട് ഈ ഒരു പോയിന്റിലെത്തുമ്പം ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടും ഇവിടെ ഒരു പാത്തും. സോ സിൻസ് ഇറ്റ്സ് എൻ ഓപ്പൺ സർക്യൂട്ട് ഇവിടുത്തെ കറണ്ട് വിൽ ബി 0. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ് ഹിയർ. ഇനി ദ റെസ്റ്റ് കറണ്ട് ഇസ് ഗോയിങ് ടു ഫ്ലോ ത്രൂ ദിസ്. അപ്പം ഇവിടുത്തെ കറണ്ട് എന്ന് വെച്ചാൽ VS by RS ആയിരിക്കും. അപ്പോൾ VS by RS ഫ്ലോയിങ് ത്രൂ ഈ ഒരു റെസിസ്റ്റൻസ് RS എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS by RS ഇൻറ്റു RS ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു VS. So you're getting the same output voltage as well. Okay, ഇനി നമുക്ക് ഈ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉള്ള സർക്യൂട്ട്സിൽ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഹിയർ ഐ ഹാവ് എ കറണ്ട് സോഴ്സ്. ഈ കറണ്ട് സോഴ്സ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഈ ഒരു കറണ്ട്, ഈ ഒരു ബ്രാഞ്ചിലെ കറണ്ട് I1 ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂ. ഓക്കെ, ഇവിടെ യു ഹാവ് എ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ്. സോ ഐ ക്യാൻ റീപ്ലേസ് ദിസ് വിത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് വിച്ച് ഇസ് ഇൻ സീരീസ് വിത്ത് ദ സെയിം റെസിസ്റ്റൻസ്. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും I ഇൻറ്റു R, ഈ കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ്, വിച്ച് ഇസ് I1 by 2 ഇൻറ്റു 20 വിച്ച് ഇസ് 10 I1 ആയിരിക്കും ഈ വോൾട്ടേജ്. ഇനി ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉള്ള സർക്യൂട്ട്സിൽ ഉള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഐ ക്യാൻ അപ്ലൈ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഓൺലി ഇഫ് ഞാൻ ആ ട്രാൻസ്ഫോം ചെയ്യുന്ന ബ്രാഞ്ചിൽ ഈ വേരിയബിൾ I1 ഓൺ വിച്ച് ഇറ്റ് ഇസ് ഡിപ്പെൻഡിങ് ഇസ് നോട്ട് ദെയർ. ഓക്കെ, അതായത് ഇപ്പം ഈ I1 എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾ ഇഫ് ആ I1 ഈ ഒരു ബ്രാഞ്ചിലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഐ കനോട്ട് അപ്ലൈ ദിസ് ട്രാൻസ്ഫോർമേഷൻ. കാരണം ആ ഒരു വേരിയബിൾ ഇസ് ഇൻ ദിസ് ബ്രാഞ്ച് വിച്ച് ഇസ് ടു ബി ട്രാൻസ്ഫോംഡ്. അപ്പം ആ ഒരു ബ്രാഞ്ച് ഷുഡ് ബി അൺഓൾട്ടേഡ്. ദറ്റ് ഈസ് വൺ കണ്ടീഷൻ ഫോർ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഉള്ള സർക്യൂട്ട്സ്. ഇനി നമുക്ക് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം കണ്ടാൽ അറിയാം, ഇത് ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും ദർ ആർ 2 ട്രാൻസ്ഫോർമേഷൻസ് പോസിബിൾ അല്ലേ. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ഉണ്ട്, അതേ സാധനം ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചാൽ എനിക്കിതിനെ ദ ഹോൾ സർക്യൂട്ടിനെ ഒരു സിംഗിൾ ലൂപ്പായിട്ട് മാറ്റാൻ പറ്റും. സോ ഇറ്റ് ബിക്കംസ് ഈസി ഫോർ അനാലിസിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു വോൾട്ടേജ്, ഇതായിരിക്കും ഡയറക്ഷൻ ബിക്കോസ് കറണ്ട് ഇസ് അപ്വേർഡ്. പിന്നെ ഒരു സെയിം റെസിസ്റ്റൻസ് 1 ohm. ഈ വോൾട്ടേജ് എന്തുമായിരിക്കും I ഇൻറ്റു R, 1 into 1 which is 1 volt. Then I will have 1 volt. Again ഒരു
1 ohm, 1 volt. Okay, now this is V1, this is V2. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Okay, so the first thing I am going to do is the whole loopilൂടെ ഞാൻ ഒരു കറണ്ട് I കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I can write ഈ ഒരു loop equation. We are going to go in this direction. So first is minus to plus, which is plus 1. പിന്നെ current flow ചെയ്യുന്ന ഈ direction ആയതുകൊണ്ട് I am going to mark all directions. Okay, പിന്നെ plus to minus ആണ്. അവിടുത്തെ voltage is current into ohm 1 into I, which is minus I, plus to minus minus 1 volt, plus to minus minus 1 into I, plus to minus minus 1 equal to 0. Cancel, cancel. I can write 2I equal to minus 1 or I equals to minus 1 by 2. Okay, അപ്പോൾ ആ കറണ്ട് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിച്ചേക്കുന്നത് V1 ആണ്. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 is a voltage with respect to ground. ഗ്രൗണ്ടിൽ നിന്നും V1 വോൾട്ടേജ് ആണെങ്കിൽ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ്, നമുക്കിങ്ങനെ എഴുതാം, ഇവിടെ ഒരു പ്ലസും ഇതൊരു മൈനസും ആണെങ്കിൽ ഇതാണ് V1 നമുക്ക് എഴുതാം. അപ്പോൾ ഈ V1 is equal to ഈ 1 വോൾട്ട് പ്ലസ് ഇതിന് അക്രോസുള്ള വോൾട്ട്, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് നമുക്ക് KVL ജസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പോൾ ഐ ക്യാൻ റൈറ്റ് V1 is equal to 1 പ്ലസ് ഈ ഒരു വോൾട്ടേജ്. പക്ഷേ നമുക്കറിയാം ഇവിടെ ഡയറക്ഷൻ ഇസ് ഓപ്പോസിറ്റ്, ഇവിടെ മൈനസ് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് മൈനസാണ്. അപ്പോൾ യു വിൽ ഹാവ് ടു സബ്ട്രാക്ട്. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ V1 is equal to 1 മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, കറണ്ട് I into 1, അപ്പം I, which is equal to 1 minus minus 1 by 2, 3 by 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ലൂപ്പ് ഇക്വേഷൻ, അപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ ലൂപ്പായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ഇസ് V2. അപ്പോൾ ഞാനിങ്ങനെ V2 എന്നാണ് എഴുതുക. അപ്പം ഞാൻ ഈ ഒരു KVL എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ഡയറക്ഷൻ. അപ്പോൾ മൈനസ് ടു പ്ലസ് ഇസ് പോസിറ്റീവ് V2, then comes plus to minus is minus 1 into I ആയിരിക്കും, അപ്പം I, പിന്നെ again plus to minus minus 1 equal to 0. അപ്പോൾ നമുക്ക് V2 is equals to 1 plus I എന്ന് വെച്ചാൽ minus 1 by 2, which is equal to 1 by 2. നമുക്ക് V1 ഉം V2 ഉം കിട്ടി.